സീറ്റ് നിഷേധിച്ചില്ല അതൃപ്തി പ്രകടമാക്കി എൽദോസ് കുന്നപ്പിള്ളിയിൽ മത്സരിക്കുന്നില്ലെന്ന നിലപാട് വ്യക്തമാക്കും. പാർട്ടിക്ക് വിധേയനാണെന്നും പ്രവർത്തകരുമായി ആലോചിച്ച് തീരുമാനമെടുക്കുമെന്നാണ് ഇന്നലെ എൽദോസ് കുന്നപ്പിള്ളിയിൽ പ്രതികരിച്ചത്. കൊച്ചിയിൽ മുഹമ്മദ് ഷിയാസിനെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചതിന് ശേഷം ദീപ്തി മേരി വർഗീസ് ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. കൊച്ചിയിൽ നിന്ന് ലേറ്റസ്റ്റ് വിവരങ്ങളുമായി ലിഡിയ ജേക്കബ് തത്സമയം ചേരുന്നു. ലിഡിയ, ഗുഡ് മോർണിംഗ്, പറയൂ. സ്ഥാനാർത്ഥി പ്രഖ്യാപനം വന്നതിന് ശേഷം ദീപ്തി മേരി വർഗീസും ഒപ്പം പെരുമ്പാവൂരിൽ എൽദോസ് കുന്നപ്പിള്ളിയും വലിയ അതൃപ്തിയിലാണ്, കടുത്ത നിരാശയിലാണ് എന്നുള്ളതാണ്. ഇന്നലെ എൽദോസ് കുന്നപ്പിള്ളി സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് ശേഷം സംസാരിച്ചത് തനിക്ക് വലിയ നിരാശയുണ്ട്, അതൃപ്തിയുണ്ട്, തന്നെ പാർട്ടി പരിഗണിക്കുമെന്ന് വലിയ രീതിയിൽ പ്രതീക്ഷിച്ചിരുന്നു. പക്ഷേ അതുണ്ടായില്ല എന്നുള്ള തരത്തിലുള്ള പ്രതികരണമായിരുന്നു എൽദോസ് കുന്നപ്പിള്ളിയുടെ ഭാഗത്തു നിന്നുണ്ടായത്. എന്നാൽ ദീപ്തി മേരി വർഗീസ് ഇതുവരെയായിട്ട് പ്രതികരിച്ചിട്ടില്ല എന്നുള്ളതാണ്. ഇന്നലെ തനിക്ക് സീറ്റ് നൽകിയില്ല എന്നുണ്ടെങ്കിൽ സ്വതന്ത്രനായി പെരുമ്പാവൂരിൽ മത്സരിക്കുമെന്ന് അടക്കമുള്ള കാര്യങ്ങളാണ് എൽദോസ് കുന്നപ്പിള്ളി വ്യക്തമാക്കിയിരുന്നത്. അത്തരത്തിലുള്ള നീക്കങ്ങളും കാര്യങ്ങളും ഒക്കെ നടത്തിയിരുന്നു, സമ്മർദ്ദവും കാര്യങ്ങളും ഒക്കെ ചെലുത്തിയിരുന്നു എന്നുള്ളതാണ്. പക്ഷേ സ്ഥാനാർത്ഥി പ്രഖ്യാപനം വന്നതിന് ശേഷം, സീറ്റില്ല എന്നറിഞ്ഞതിന് ശേഷം മറ്റ് പ്രഖ്യാപനങ്ങൾ, അതായത് സ്വതന്ത്രനായി മത്സരിക്കുമോ എന്നത് സംബന്ധിച്ചൊക്കെ ഒന്നും ഒരു വ്യക്തതയിലേക്ക് എൽദോസ് കുന്നപ്പിള്ളി ഇതുവരെയായിട്ടും കടന്നിട്ടില്ല. എന്തായാലും സഹപ്രവർത്തകരുമായി, പ്രാദേശിക കോൺഗ്രസ് നേതാക്കളുമായി, അനുയായികളുമായി സംസാരിക്കുന്നുണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇന്ന് രാവിലെ തന്നെ അത്തരത്തിലൊരു തീരുമാനമുണ്ടാകും എന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത്. എൽദോസ് കുന്നപ്പിള്ളി കടുത്ത തീരുമാനത്തിലേക്ക് പോകില്ല എന്നാണ് നേതൃത്വം പ്രതീക്ഷിക്കുന്നത്. പ്രത്യേകിച്ച് അനുനയിപ്പിക്കാനുള്ള ശ്രമങ്ങളും കാര്യങ്ങളും ഒക്കെ നടന്നു വരുന്നുമുണ്ട്. നേതാക്കളുമായി സംസാരിക്കുകയും കാര്യങ്ങളും ഒക്കെ ചെയ്യുന്നുണ്ട്. ഇത്തരത്തിൽ സീറ്റ് നൽകിയില്ലെങ്കിൽ DCC പ്രസിഡന്റ് സ്ഥാനം നൽകണമെന്നുള്ള ആവശ്യമടക്കം എൽദോസ് കുന്നപ്പിള്ളി ഉന്നയിച്ചിരുന്നു എന്നുള്ളതാണ്. പക്ഷേ അത് നൽകാനാവില്ല എന്ന നിലപാടിലാണ് നേതൃത്വമുള്ളത് എന്നാണ് മനസ്സിലാക്കുന്നത്. അതിന്റെ കാര്യത്തിലും തീരുമാനമാകേണ്ടതായിട്ടുണ്ട്. നേതാക്കളുമായി സംസാരിക്കുന്നുണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇന്ന് ഏകദേശം തീരുമാനമാകും. സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കുകയാണ് എങ്കിൽ അത് വലിയ രീതിയിൽ പാർട്ടിക്ക് ദോഷം ചെയ്യും. പ്രത്യേകിച്ച് ഇപ്പോൾ സ്ഥാനാർത്ഥിയായിരിക്കുന്ന മനോജ് മൂത്തേടനെ വലിയ രീതിയിൽ അത് ദോഷം ചെയ്യുമെന്നതിൽ സംശയമില്ല എന്നുള്ളതാണ്. പ്രത്യേകിച്ച് സഭയുടെ അടക്കം പിന്തുണയുടെ കാര്യത്തിൽ വലിയ ആശങ്കയും കാര്യങ്ങളും ഒക്കെ നിലനിൽക്കുന്ന ഒരു സാഹചര്യം കൂടിയാണ്. അങ്ങനെയാണെങ്കിൽ അത്തരത്തിൽ കോൺഗ്രസിന് അത് വലിയ രീതിയിൽ വലിയ ക്ഷീണം ചെയ്യുകയും അതുപോലെ തന്നെ എതിർ സ്ഥാനാർത്ഥിയായുള്ള ബേസിൽ പോളിന് വലിയ രീതിയിൽ നേട്ടമുണ്ടാവുകയും ചെയ്യും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്നാൽ അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ അനുനയിപ്പിക്കാനുള്ള ശ്രമങ്ങളും കാര്യങ്ങളും ഒക്കെ നടന്നു വരികയാണ്. ദീപ്തി മേരി വർഗീസിന്റെ കാര്യത്തിലും മറ്റൊന്നല്ല ഉള്ളത് എന്നുള്ളതാണ്. പ്രത്യേകിച്ച് ദീപ്തി മേരി വർഗീസ് പ്രതികരിച്ചിട്ടില്ല. രണ്ടാം തവണയാണ് ദീപ്തി മേരി വർഗീസ് തടയപ്പെടുന്നത് എന്നുള്ളതാണ്. മേയർ സ്ഥാനം ലഭിക്കാതെ പോയതിൽ വലിയ നിരാശയും കാര്യങ്ങളുമൊക്കെ ദീപ്തി മേരി വർഗീസ് ആദ്യ ഘട്ടത്തിൽ പ്രതികരിച്ചിരുന്നു. പിന്നീട് ഇത്തരത്തിൽ സീറ്റ് നൽകുമെന്നുള്ള തരത്തിലുള്ള പ്രതീക്ഷകളും കാര്യങ്ങളും ഒക്കെ ഉണ്ടായതിനു ശേഷം KC വേണുഗോപാൽ വലിയ രീതിയിൽ ദീപ്തിക്ക് വേണ്ടി വാദിച്ചത് കൂടിയാണ്. പക്ഷേ അവസാന ഘട്ടത്തിൽ സീറ്റില്ല എന്നറിയുകയാണ്. പോസ്റ്ററുകളും കാര്യങ്ങളും ഒക്കെ അടിച്ച ശേഷം, നാമനിർദ്ദേശ പത്രിക അടക്കം തയ്യാറാക്കിയ ശേഷമാണ് ഇത്തരത്തിൽ സീറ്റില്ല എന്ന തീരുമാനത്തിലേക്ക് എത്തുന്നത്. അതിൽ വലിയ നിരാശയിലാണ് ദീപ്തി മേരി വർഗീസും ഉള്ളത് എന്നതാണ്. കടുത്ത തീരുമാനത്തിലേക്ക് പോകാതെ അനുനയിപ്പിക്കാനുള്ള ശ്രമങ്ങൾ ദീപ്തി മേരി വർഗീസിന്റെ കാര്യത്തിലും നടക്കുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ചർച്ചകളും കാര്യങ്ങളും ഒക്കെ നടക്കുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. ഇന്ന് ഏകദേശം തീരുമാനമുണ്ടാകും. എന്തായാലും ദീപ്തി മേരി വർഗീസും ഇന്ന് പ്രതികരിക്കുമെന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കുന്നത്. ഈ രണ്ടുപേരുടെ കാര്യത്തിലും വലിയ ആശങ്ക നേതൃത്വത്തിനുണ്ട് എന്നുള്ളതാണ്. പ്രത്യേകിച്ച് രണ്ടുപേരും എന്ത് തീരുമാനമെടുക്കും, എന്ത് പ്രതികരിക്കും എന്നുള്ള തരത്തിൽ വലിയ ആശങ്ക കോൺഗ്രസ് നേതൃത്വത്തിനുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.